എൻ്റെ ഒരു കൂട്ടുകാരി പോയി വലിയൊരു മണ്ടത്തരം ചെയ്തിട്ടുണ്ട്. ഐ ടോക്കിംഗ് അബൌട്ട് ജാൻമണി. നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ, നമുക്കൊരു നിലപാടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് പറയണം. പക്ഷെ അതിനൊരു ഒരു ഒരു ബൗണ്ടറി ഉണ്ട്. ഷീ സേയിങ് ഇസ്, ഒരു റീല് കണ്ടു, ആ റീലിൽ ഇങ്ങനത്തെ ആയിരുന്നു ഇൻഫർമേഷൻ. ദെയർ ആർ പീപ്പിൾ ഹു കോൾ മീ, ദെയർ ആർ പീപ്പിൾ ഹു കോൾ മീ. ഇപ്പോഴും എന്റെ അഗൻസ്റ്റ് പറയുന്ന കാര്യങ്ങൾ നമ്മളെ അസോൾട്ട് ചെയ്തിട്ടും നമ്മളെ ൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. എന്തുകൊണ്ടാണ് ജാൻ അത് വിശ്വസിക്കാതെ? കുറച്ച് മുന്നേ രഞ്ജിനി ഹരിദാസിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ജാൻമണിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണല്ലോ രഞ്ജിനി ഹരിദാസ്. രഞ്ജിനി ജാൻമണിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ട് എന്തായാലും വീഡിയോ ചെയ്തിട്ടുണ്ട്. കാര്യം എല്ലാവരുടെയും ഒരു ചോദ്യമായിരുന്നു, ഇത്രയും ഒരു പ്രശ്നം നടന്നിട്ടും എന്തുകൊണ്ട് രഞ്ജിനി പ്രതികരിക്കുന്നില്ല എന്ന്. എന്തായാലും പുള്ളിക്കാരത്തെ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വേണം സംസാരിക്കാനായിട്ട്. ജാൻമണിക്ക് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കാര്യം ബോധം എന്ന് പറയുന്ന ഒരു സാധനം വേണം, അത് ഇവർക്കില്ല. ഇപ്പം ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ജാൻമണി മാത്രമല്ല, ഈ പറയുന്ന നരേന്ദ്രമോദിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും പേരിൽ കേസ് ചാർജ് ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഭയങ്കര തെറ്റാണ്. പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് പച്ചത്തെറി വിളിക്കുക, ആ ഒരു മനുഷ്യനെ കുറ്റം പറയുക. സോ എന്തിന് ആ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ അമ്മയെ പോലും വെറുതെ വിടുന്നില്ല. ആ രീതിയിലൊക്കെ ആര് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ പേരിൽ കേസെടുക്കണം. ജാൻമണി മാത്രമല്ല, വേറെ ആരായിരുന്നു കഴിഞ്ഞാലും അവരുടെ എല്ലാവരുടെയും പേരിൽ കേസ് എടുക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇനി ഈ ഒരു രീതിയിൽ ഒരു മനുഷ്യരും പ്രതികരിക്കരുത്. നമ്മുടെ രാജ്യത്ത് ജീവിക്കുമ്പം നമ്മുടെ പ്രധാനമന്ത്രി കുറ്റം പറയുന്നതും ആ ഒരു മനുഷ്യനെ ആക്ഷേപിക്കുന്നതും അത് അങ്ങേയറ്റം ചെറ്റത്തരമാണ്. ഇത് വേറെ ഏതെങ്കിലും രാജ്യത്തായിരുന്നുവെങ്കിൽ ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തായാലും രഞ്ജിനി പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം. എൻ്റെ ഒരു കൂട്ടുകാരി പോയി വലിയൊരു മണ്ടത്തരം ചെയ്തിട്ടുണ്ട്. ഐ എം ടോക്കിംഗ് അബൌട്ട് ജാൻമണി ആൻഡ് ഐ എം സോ ആംഗ്രി. എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ജാൻമണിയുടെ അടുത്ത് പേഴ്സണലി അറിയിച്ചിട്ടുണ്ട്. വലിയ ശക്തമായി തന്നെയാണ് ഞാൻ അറിയിച്ചിരിക്കുന്നത്. ബിക്കോസ് ഐ എം സോ ഡിസപ്പോയിന്റഡ്, റൈറ്റ്? ദൈവം നമ്മളെയൊക്കെ കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൊസിഷനിലാണ് കൊണ്ടിരുത്തിയിരിക്കുന്നത്. അഫ്കോഴ്സ് എല്ലാവർക്കും അവരുടേതായ പൊസിഷൻസ് ഉണ്ട് ജീവിതത്തിൽ, അവരുടേതായ കാര്യങ്ങളുണ്ട്, അവരുടേതായ ശബ്ദമുണ്ട്, അവരുടേതായ അഭിപ്രായമുണ്ട്, നിലപാടുണ്ട്, അതൊക്കെയുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കാർ, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കാർ, നമ്മൾ ഓരോ കാര്യം പറയുമ്പം നമ്മൾ ആലോചിച്ചും കണ്ടുമൊക്കെ പറയണം. ആലോചിച്ചും കണ്ടും പറയണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ, നമുക്കൊരു നിലപാടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് പറയണം. പക്ഷേ അതിനൊരു ഒരു ബൗണ്ടറി ഉണ്ട്. അതാണ്, എന്തിനും ഒരു ബൗണ്ടറി ഉണ്ട്. അതായത് മാന്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വിമർശിക്കാം, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നും പറഞ്ഞിട്ട് പച്ചത്തെറി വിളിക്കാനും ആ ഒരു വ്യക്തിയുടെ അമ്മയെ പറ്റിയിട്ട് മോശമായിട്ട് പറയാനും ഇക്കാര്യം ആ രീതിയിൽ സംസാരിക്കുന്നത് ശരിയുള്ള ഒരു പരിപാടിയല്ല. ഇപ്പോൾ ജാൻമണിയെ സംബന്ധിച്ച് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. കുറേ നാളുകൾക്ക് മുന്നേയും ഇവരിങ്ങനെയാണ്. ഇടയ്ക്ക് വെച്ചിട്ട് ഹെലനോസ് പാട്ടയായിട്ടുള്ള ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ അത് വന്ന് തിരുത്തി പറയും. കാര്യം ഏറെ കയറി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വന്നിരുന്നിട്ട് മെഴുകലാണ്, കാല് പിടിച്ച് മാപ്പ് പറച്ചിലാണ്. ഇതാണ് മെയിൻ പരിപാടി. എന്തായാലും ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഓടി നടന്ന ആൾക്കാർ കേസ് കൊടുക്കുക. കൊള്ളാം. എന്തായാലും വരുന്ന അങ്ങ് അനുഭവിച്ചോ. ഇതിപ്പം വർഷങ്ങളായിട്ട് ഫ്രണ്ടായിട്ടുള്ള വ്യക്തിയാണ് വന്നിരുന്നിട്ട് ജാൻമണിക്ക് അഗെയിൻസ്റ്റായിട്ട് സംസാരിക്കുന്നത്. അപ്പം നിങ്ങളത് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനകത്തോട്ട് ഒരു മനുഷ്യരും യോജിക്കുന്നില്ല. ഇനി നിങ്ങൾ എത്ര സോറി പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. നമ്മളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച് ഒരു ഹേറ്റ് ക്യാമ്പയിൻ ആയിട്ട് മാറാൻ പാടില്ല. അതൊരു മറ്റൊരാളെ താത്തിക്കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആവരുത്. മറ്റൊരു കാര്യത്തിന്റെ ചിന്താഗതിയെ കുറിച്ച് നമുക്കൊരു കാര്യം പറയാം, അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു സ്റ്റാൻഡിനെ കുറിച്ച് നമുക്ക് കുറ്റം പറയാം, ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ പറയാം, അതിന്റെ എതിരഭിപ്രായം പറയാം, അതൊക്കെ നമുക്ക് ചെയ്യാം. ആസ് ഹ്യൂമൻ ബീങ്സ് ദാറ്റ് ഇസ് അവർ റൈറ്റ്. പക്ഷെ അതിന്റെ ഒരു എൻഡ് ലൈൻ എന്ന് പറയുന്നത്, ഐ എം നോട്ട് ഹിയർ ടു ഇൻസൾട്ട് അനദർ പേഴ്സൺ, ഐ എം നോട്ട് ഹിയർ ടു ബ്രിങ് ഡൗൺ അനദർ പേഴ്സൺ. നമ്മൾ ആരും മറ്റുള്ളൊരാളെ കുറ്റം പറയുമ്പോൾ അവരെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ പാടില്ല. അവരുടെ നിലപാടിനെ ചോദ്യം ചെയ്യൂ, അവർ ചെയ്യുന്ന കാര്യത്തിനെ ചോദ്യം ചെയ്യൂ, അവരെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം, മര്യാദയ്ക്ക് ചോദ്യം ചെയ്യാം. എന്തിനാണ് നമ്മൾ പേഴ്സണലായി അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് അത് ഫാക്ട്സ് എന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത്? എനിക്ക് ഒരിക്കലും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഞാൻ വളരെ ഇവിടെ ജാൻമണി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് പ്രധാനമന്ത്രിയുടെ അച്ഛൻ മരിച്ചത് 1947 നരേന്ദ്രമോദി ജനിക്കുന്നത് 1950 അതെങ്ങനെ ശരിയാകും എന്നുള്ള രീതിയിൽ വളരെ വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചൊരു വ്യക്തിയാണ് അവർ. ഇത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടും. പക്ഷെ അവരത് ചെയ്തിട്ടില്ല. ഇത് ആരോ എന്തോ പറഞ്ഞത് കേട്ടിട്ട് വന്ന് പറഞ്ഞതാണ്. അതായത് ഈ പറയുന്ന വ്യക്തിക്ക് യാതൊരു ബോധമില്ല എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവരെവിടെയാണ് താമസിക്കുന്നത്? ഇവർ ഇന്ത്യ എന്ന് പറയുന്നൊരു മഹാരാജ്യത്താണ് താമസിക്കുന്നത്. എന്നിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറ്റിയിട്ട് ഈ രീതിയിൽ വന്ന് സംസാരിക്കുന്നത്.
ഇതിപ്പോൾ ആര് സംസാരിച്ചില്ല, ജാൻമണിയുടെ സ്ഥാനത്ത് ജാൻമണിയല്ല വേറെ ആരായിരുന്നു കഴിഞ്ഞാലും ഈ ഒരു രീതിയിൽ ഒരു മനുഷ്യരെ പറ്റിയിട്ട് സംസാരിക്കരുത്. സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ പേരിലെല്ലാം കേസ് എടുക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇത് അങ്ങേയറ്റം ചെറ്റത്തരമാണ്. ഓണസ്റ്റ്ലി പ്രതികരിക്കുന്ന ഒരാളാണ്. ഐ ടോക്ക് അബൌട്ട് തിങ്സ് വെരി ഓണസ്റ്റ്ലി, മുഖത്ത് നോക്കി പറയും. ബിക്കോസ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, അറ്റ്ലീസ്റ്റ് എൻ്റെ ഏറ്റവും മാക്സിമം എഫേർട്ട് എന്ന് പറയുന്നത് ഞാനത് ഫാക്ച്വലി ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കാറ്. ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് പറ്റാവുന്ന രീതിയിൽ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇന്നത്തെ കാലത്ത് കറക്റ്റ് രീതിയിൽ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ബിക്കോസ് അത്രയും അധികം ഇൻഫർമേഷൻ ആണ് ഉള്ളത്. പണ്ടൊക്കെ കുറച്ചുകൂടെ സിംഗുലർ നാരറ്റീവ്സ് ആയിരുന്നു, കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയായിരുന്നു, ഇൻഫർമേഷൻ മാത്രം വായിച്ചാൽ മതി. ഇപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പൂളാണ് സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നത്, ഇന്റർനെറ്റിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും അധികം ഇന്റൻസ് ആയിട്ട് റിസർച്ച് ചെയ്താൽ മാത്രമേ ഓരോ കാര്യവും കറക്റ്റ്ലി വെരിഫൈ ചെയ്യാൻ പറ്റൂ. അപ്പം ഇറ്റ് ടേക്സ് എ ബിറ്റ് ഓഫ് ടൈം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റഡി എ സബ്ജക്ട്. സോ ഐ ഫീൽ ലൈക്ക് ജാൻ റീസെന്റ് ഒരു കാര്യം പറഞ്ഞപ്പം, ഷീ ഈസ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്, ഐ ലവ് ഹർ ടു ബിറ്റ്സ്, ഐ വിൽ ഓൾവേസ് പ്രൊട്ടക്ട് ഹർ, ഐ വിൽ സ്റ്റാൻഡ് ബൈ ഹർ. ബട്ട് പൊട്ടത്തരം ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിനിയും ഈ ജാൻമണിയും ഡൽഹിയിൽ ജന്തർ മന്ദർ ആ ഒരു പ്രൊട്ടസ്റ്റിൽ പോയ സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജാൻമണിക്കായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാര്യം ഒരുപാട് ആൾക്കാരുടെ ഒരു ട്രോൾ മെറ്റീരിയലായിരുന്നു ഇവർ കുറേ നാളുകളായിട്ട്. ആ ട്രോൾ ചെയ്ത ആൾക്കാരെല്ലാവരും ഇവരെ കൈയടിക്കുകയും ഇവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ട് വന്ന സമയത്താണ് ഇവർ ഈ ഒരു പരിപാടി കാണിച്ചത്. ആ കംപ്ലീറ്റ് സപ്പോർട്ട് ഇവരില്ലാതെയാക്കി. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം സ്വാഭാവികമായിട്ടും രഞ്ജിനിക്ക് അത് നല്ല രീതിയിൽ അത് വിഷമം ഉണ്ടാക്കും. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും രഞ്ജിനിയും കുറ്റപ്പെടുത്തും. കാര്യം നിൻ്റെ കൂട്ടുകാരിയല്ലേ, നിനക്ക് നാണമല്ലേ ഇവരെയും കൊണ്ട് നടക്കാനായിട്ട് എന്നുള്ള രീതിയിൽ പല രീതിയിലും രഞ്ജിനി ഹരിദാസിനെ ഇവിടെ എല്ലാവരും കുറ്റപ്പെടുത്തും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ചുറ്റിനുമുള്ള ആൾക്കാരെയും കൂടെ നിങ്ങൾ വെറുപ്പിക്കുവാണ്. അതായത് അവർക്കും കൂടി തെറിവിളി നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാത്ത കാര്യത്തെ പറ്റിയിട്ട് വല്ലതാണെങ്കിൽ വായടച്ച് മിണ്ടാതിരിക്കുക. നമ്മള് പൊട്ടത്തരല്ല, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കുമ്പം നമ്മൾ അതിനെ, ഞാനത് കണ്ടം ചെയ്തില്ലെങ്കിൽ എന്റെ നിലപാടിനെ അത് ബാധിക്കും. നിലപാടിനെ ബാധിക്കുന്നല്ല, ഐ എം വെരി ആംഗ്രി വിത്ത്. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ഹർ ടു ഫീൽ ബാഡ് ബിക്കോസ് ഐ എം ഡൂയിങ് ദിസ് വീഡിയോ. ബട്ട് ഡൂഡ്, ലൈക്ക് nothing in this world gives anyone the right to abuse anybody, no matter what position, the way she did. നോട്ട് ജസ്റ്റ് ഹെർ, അങ്ങനെ കുറെ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം, ദാറ്റ് ഇസ് സെക്കൻഡറി. ബട്ട് ഐ ഫീൽ ദാറ്റ് നമ്മള് എന്തുകൊണ്ടാണ് അവരിങ്ങനെ പ്രതികരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ജാൻമണിയുടെ അടുത്ത് ഞാൻ എപ്പോഴും ചോദിക്കുന്നത്, എന്താ ജാൻ, വാട്ട് ഇസ് ഇറ്റ്, വൈ ഡു യു ടോക്ക് ലൈക്ക് ദിസ്, വിടുവാത്തരം എന്നൊക്കെ പറയില്ലേ, ആലോചിക്കാതെയാണോ സംസാരിക്കുന്നത്? ഇങ്ങനെ പറയാതിരിക്കാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ലേ? ലൈക്ക് ഇന്റലിജൻസിന്റെ ഇഷ്യൂ ആണോ? ഐ ഹാവ് ആസ്ക്ഡ് her why do you say stuff like this? मैंने नहीं सोचा कि ये है, मैंने नहीं सोचा कि इतनी बड़ी बात है, मैंने ये देखा. So what she's saying is, ഒരു റീല് കണ്ടു, ആ റീലിൽ ഇങ്ങനത്തെ ആയിരുന്നു ഇൻഫർമേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ കുറിച്ച് എന്തോരം സാധനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ലല്ലോ. എന്നെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുടെ കാര്യം വിടൂ, എന്നെ കുറിച്ച് മോശമായി എന്തോരം വീഡിയോസും റീൽസും ഒക്കെയാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഞാനും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോരം കാര്യങ്ങളുണ്ട്. എത്ര ക്ലാരിറ്റിയോടാണ് അവർ സംസാരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവരോടൊക്കെ ഉള്ള ഒരു റെസ്പെക്റ്റ് കൂടുവാണ്. കാര്യം രഞ്ജിനി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന്. കാര്യം അവിടെ പോയി നല്ല രീതിയിൽ പ്രതിഷേധിച്ച് അവർക്ക് വേണ്ടി വോയിസ് റൈസ് ചെയ്തൊരു വ്യക്തി രഞ്ജിനിയായിരുന്നു. ഉള്ള കാര്യം പറയാമല്ലോ. പുള്ളിക്കാരത്തി സംസാരിക്കുന്ന ഓരോ വാക്കുകളിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് നല്ല രീതിയിൽ വേദനയും അവർക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം കൂടെ നിന്ന് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുമ്പം ആർക്കാണ് വേദന ഉണ്ടാകാത്തത്? അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ജാൻമണിയുടെ ഒരു കാര്യം പറയുവാണ്, നിങ്ങൾക്ക് അറിയാത്തയും കാണാത്തയും കാര്യങ്ങൾക്ക് ദൈവത്തെ ഓർത്ത് നിങ്ങൾ മറുപടി പറയാനായിട്ട് നിൽക്കരുത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ജാൻമണി വിചാരിച്ച് കാണും, ഇപ്പം അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടി എങ്കിൽ പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങ് വായി തോന്നുന്ന പറയാം, കുറച്ചും കൂടി അങ്ങ് സപ്പോർട്ട് കിട്ടുമെന്ന്. കാര്യം BJPക്ക് എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടോ സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ജാൻമണി സപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു ബോധം വന്ന് കാണും. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കുക, വായിൽ തമ്പാക്കിട്ടേക്കുന്നു, ആ ഒരു രീതിയിലൊക്കെയായിരുന്നു അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി വേറൊരു കാര്യങ്ങളുണ്ട്. ഇതുപോലെയായിരുന്നു രഞ്ജിനി ഹരിദാസ് പേളി മാണിയും പറ്റിയിട്ടും കുറേ നാളുകൾക്ക് മുന്നേയും പറഞ്ഞത്. അന്ന് അത് പറയുന്ന സമയത്ത് ഇവർക്ക് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം, അതിൽ ബാക്കിയോടെ കേൾക്കാം. ഇപ്പോഴും എന്റെ എഗൻസ്റ്റ് പറയുന്ന കാര്യങ്ങൾ നമ്മളെ അസോൾട്ട് ചെയ്തിട്ടും നമ്മളെ ാണ് ആൾക്കാർ പറയുന്നത്. എന്തുകൊണ്ടാണ് ജാൻ അത് വിശ്വസിക്കാതെ?
വിശ്വസിക്കാത്ത, പക്ഷെ വേറെ റാൻഡം ആള് വേറൊരു വീഡിയോ ഇടുമ്പോൾ അത് വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ സെലക്ടീവ് ചിന്താഗതി ആയതുകൊണ്ടാണ് അല്ലെ. ഇപ്പം എന്ത് വിഷയത്തെക്കുറിച്ച് നമ്മൾ പ്രതികരിക്കണം എന്നത് നമ്മുടെ ചോയ്സ് ആണ്. പക്ഷെ നമ്മൾ ഒരേ കാര്യം വേറെ വേറെ ആൾക്കാരെ കുറിച്ച് പറയുമ്പം ഒരാളെ ഒരു രീതിയിൽ കാണുന്നത് കൂട്ടുകാരി ആയതുകൊണ്ടും മറ്റൊരാളെ വേറൊരാൾ കാണുന്നതുകൊണ്ടും നമുക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും ആയാൽ then the stand is a bit shaky. So then I asked her, sometimes I feel ചില ആൾക്കാർ ഈ എടുത്തുചാട്ടക്കാരാണ്. ഞാൻ ഭയങ്കര എടുത്തുചാട്ടക്കാരിയായിരുന്നു പണ്ട്, ഇപ്പോഴും ആണ്. പക്ഷെ എന്റെ എടുത്തുചാട്ടത്തിലും ഒരു സെൻസ് ഇല്ലേ അമ്മേ? എന്റെ അമ്മയുടെ സൈഡിൽ നിന്ന് കേൾക്കുകയാണ് ഞാൻ വല്ല പൊട്ടത്തരം പറയുന്നുണ്ടോന്ന്. ഇല്ലേ? എന്റെ എടുത്തുചാട്ടത്തിൽ ഒരു സെൻസ് ഉണ്ട്. ബിക്കോസ് ഞാൻ ഭയങ്കര അഗ്രസീവ് ആയ ഒരാളാണ്. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ എന്തും പറയും. പക്ഷെ ഞാൻ പറയുന്നതിൽ ഞാൻ പോയിന്റ് ഇട്ട് പറയുന്ന ഒരാളാണ്. ബിക്കോസ് ഞാൻ അങ്ങനെ ജനിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻസോടുകൂടി സംസാരിക്കുന്നത്. ഓഫ് കോഴ്സ് ചില സമയത്ത് പാളി പോകാറുണ്ട്. ഐ എം നോട്ട് സെയിങ് ഇറ്റ് ഡസന്റ്. ബട്ട് ഐ ഫീൽ വൺസ് യു ക്രോസ് എ പർട്ടിക്കുലർ ഏജ്, കൊച്ചു കുട്ടികളാണെങ്കിൽ പിന്നെ എനിക്ക് അത് ഫൊർഗിവ് ചെയ്യാമെന്ന് വിചാരിക്കാം. 18, 20 പോട്ടെ, ലെറ്റ് ഇറ്റ് ബി. ബട്ട് 30, 35, 40, 45 എന്നൊക്കെ പറഞ്ഞ വയസ്സ് നമ്മൾ ശരിക്കും ഇരുത്തം വന്ന ഒരു പ്രായമാണ്. യു ഷുഡ് ബി തിങ്കിങ് ബിഫോർ യു സ്പീക്ക്. ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടേക്ക് ഔട്ട് മൈ ഫ്രസ്ട്രേഷൻ and I did it. I've already shouted at her enough. There's a case against her. അവൾ പറഞ്ഞ കാര്യം എന്ത് മോശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മാത്രമല്ല, അത് എന്ത് രീതിയിലാണ് ഞങ്ങളെ എഫക്ട് ചെയ്യുന്നതെന്ന് അറിയാം. ഞങ്ങളെന്ന് പറഞ്ഞാൽ അവളെ ചുറ്റും നിൽക്കുന്ന ഞങ്ങളെയും എഫക്ട് ചെയ്യുന്നത്. ബിക്കോസ് എന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് കറന്റ്ലി കമ്മിങ് ഫോർ വർക്ക് വിത്ത് മീ ആൻഡ് ഷീ ഗെറ്റ്സ് ഓൾ ദീസ് അബ്യൂസ്. എനിക്ക് കിട്ടുന്ന അബ്യൂസ് പോട്ടെ, ഇത്രയും കേസസ് ഇതിന് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. സത്യം, ഒരു കാര്യമില്ലായിരുന്നു. കാര്യം ഇവരുടെ ചുറ്റിനുമുള്ള, അതായത് ജാൻമണിയുടെ ചുറ്റിനുമുള്ള ആൾക്കാരാണ് ഇതിനകത്ത് അഫക്റ്റഡ് ആവുന്നത്. പുള്ളിക്കാരത്തേക്ക് എന്ത് അടിപൊളിയായിട്ടാണ് സംസാരിക്കുന്നത് എന്നാലോചിച്ച് പോയി. അതിപ്പം ഇത്രയും അവരിപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നതും വെറുതെ ആയിപ്പോയില്ലേ. കാര്യം അവരെയും കൂടെ ചീത്തപ്പേര് കേൾപ്പിക്കുന്ന പരിപാടിയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും ഇനിയിപ്പം കുറച്ചാൾ കേസും കാര്യങ്ങളായിട്ട് ജാൻമണിക്ക് ഓടി നടക്കാം. നമുക്ക് കുറച്ചൊക്കെ നാളുകൾക്ക് മുന്നേ, അതായത് ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ രഞ്ജിനി ഹരിദാസിൻ്റെ ഒരു വീഡിയോ ഒന്ന് കാണാം. അതായത് പേളി മാണിയെ പറ്റി പറയുന്നതാണ്. ഷമീം ബിഗ് ബോസ് വിന്നർ പേളി. If that പേളിനെയാണ് മോൾക്ക് ഇഷ്ടമെങ്കിൽ then let it be. That's your wish and that's your favorite contestant. You are just amazing. Thank you, Dream. I love you. Once you know me. Preetu, hi. JP Calicut. പേളി മാണിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ജഗൻ ദാസ്. പേളി മാണിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ വീട്ടിൽ പുറത്ത് എനിക്ക് കുറച്ച് നന്നായിട്ട് അറിയാവുന്ന കുട്ടിയായിരുന്നു ബാക്കിയുള്ളവരിൽ വെച്ച്. പക്ഷെ എനിക്ക് പുറത്തറിയാവുന്ന കുട്ടിയെ ഞാൻ വീട്ടിൽ കണ്ടില്ല. വീട്ടില് വേറെ വേറെ ആളായിരുന്നു. പേളി എന്ന് പറഞ്ഞൊരു സോ കോൾഡ് മോട്ടിവേഷണൽ സ്പീക്കർ ഒക്കെയാണ്. ആൾക്കാരെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രാപ്തരാക്കുന്ന ഒരു കുട്ടിയാണെന്നൊക്കെയാണ് എനിക്കറിയാവുന്നത്. ബിക്കോസ് അങ്ങനെയാണല്ലോ പേളി പറയുന്നത്. നമ്മൾ ഈ ഡീഫ് ഡാൻസിലൊക്കെ ഭയങ്കര ചിരിച്ച് കളിച്ച് എല്ലാവരും എൻകറേജ് ചെയ്ത് എൻറ്റർടൈൻ ചെയ്ത് നടക്കുന്ന ഒരു കുട്ടി. പക്ഷെ വീട്ടിൽ വന്നപ്പം പേളിനെ കാണുമ്പോൾ ഫുൾ ടൈം കരച്ചില്, മമ്മി എന്നൊക്കെ പറഞ്ഞ ആദ്യത്തെ കുറച്ച് ആൾ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. അതായത് പേളി മാണി എന്ന് പറയുന്ന ഒരു വ്യക്തി ഫേക്കാണ്. അതായത് അത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത് പലവട്ടമായിട്ട് പല ആൾക്കാരും പറയുന്നതാണ്. അതായത് സ്വിച്ച് ഇട്ട പോലെ ക്യാരക്ടർ മാറുന്നു. ഇപ്പം പറയുന്നതല്ല, പിന്നെ പറയുന്നത് എന്തോ ഒരു മെഴുകലായിരുന്നു ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയ്ക്കകത്ത്. അതായത് വന്നിരുന്ന് ക്ലാസ് എടുക്കുവാണ്. അതായത് ജനങ്ങൾ വായിച്ച ആൾക്കാരുടെ പ്രശ്നമാണ്. അത് പറഞ്ഞത് തെറ്റാണെന്ന് ഇതുവരെയും പറയുന്നില്ല. എന്ത് ബോധമുണ്ട് ഇവർക്കൊക്കെ. ഇത്രയും ഇമോഷണലി വീക്കായ ഒരു കുട്ടിയാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പം ആരു ശ്രീനീഷുമായിട്ടുള്ള ഒരു അഫെയർ എന്ന് പറഞ്ഞൊരു സാധനം അതിൽ അലേട്ടനെ മുന്നിൽ പറഞ്ഞപ്പോഴാണ് കല്യാണം കഴിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞത്. എനിക്ക് കുറച്ച് കോമഡി ആയി തോന്നി. ബിക്കോസ് ആ ഒരു വീട്ടിൽ പ്രണയിക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ, ഇറ്റ്സ് നോട്ട് ഈസി. ബിക്കോസ് ക്ലോസ് ഡോറിൽ നമ്മുടെ കുടുംബം, നമുക്ക് ലവ് എന്ന് പറഞ്ഞൊരു കാര്യം, ആ വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഇമോഷൻസും യൂസ്ഡ് അല്ല. എസ്പെഷ്യലി ലവ്, ഇപ്പം അമ്മയോടുള്ള സ്നേഹം, അച്ഛനുള്ള സ്നേഹം, നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരുള്ള സ്നേഹം, അത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ആ വീട്ടിൽ. അവിടെ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുകയല്ലേ. അപ്പം നാച്ചുറലി ആ ഒരു ബിൽട്ടപ്പ് ഇമോഷൻസ് അവിടെയുള്ള ആരുടെയെങ്കിലും മോമയത്തിൽ നമ്മൾ ചിലപ്പോൾ ഫോക്കസ് ചെയ്യായിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു വലിയ തീരുമാനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എടുക്കണം. സോ ഐ ഫൗണ്ട് ദാറ്റ് വെരി ഇമ്മച്യോറിറ്റി എന്ന് എനിക്ക് തോന്നി. പിന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല പേളി എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ക്യാരക്ടർ പെട്ടെന്ന് സ്വിച്ച് ചെയ്യും. അത് അവളുടെ സ്വഭാവമാണെന്ന് തോന്നുന്നു. അവൾ തന്നെ പറഞ്ഞല്ലോ അവൾക്ക് കുറെ മുഖങ്ങൾ ഉണ്ടെന്ന്. എനിക്കൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ഞാൻ പുറത്ത് കണ്ട ആളല്ല അകത്ത് കണ്ടത്. സോ അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ ഐ ഡോണ്ട് നോ ഹു ഷീ ഈസ്. എനിക്ക് ആ വീട്ടിനകത്ത് കാണുന്ന പേളി മാണിയെ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പുറത്തുള്ള ആളായിട്ട് ഐ ഹാവ് നോ പ്രോബ്ലം. ഇതാണ് അന്ന് രഞ്ജിനി ഹരിദാസ് പേളി മാണിയെ പറ്റിയിട്ട് പറഞ്ഞത്. അതായത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി മുഖത്ത് നോക്കി പറയും. ഇപ്പോൾ ആരായി കഴിഞ്ഞാലും പറഞ്ഞിരിക്കും. ഒരു വലിയൊരു കാര്യം തന്നെയാണ്. കാര്യം ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മടിയായിരിക്കും. ഇപ്പോൾ ജാൻമണി എത്ര നല്ലൊരു ഫ്രണ്ടായിട്ട് പോലും പുള്ളിക്കാരത്തി വന്ന് പുള്ളിക്കാരത്തിയുടെ ആ ഒരു സ്റ്റാൻഡ് പറഞ്ഞത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഇനിയെങ്കിലും ജാൻമണി പഠിച്ചില്ലെങ്കിൽ
നിയമം നിങ്ങളെ പഠിപ്പിക്കും. ഇപ്പോൾ ജാൻമണി അല്ല, ഇനിയിപ്പം വേറെ ആരായി കഴിഞ്ഞാലും പച്ചത്തെറി വന്നിരുന്ന പ്രധാനമന്ത്രി വിളിക്കുകയോ സംസാരിക്കുകയോ ആ ഒരു മനുഷ്യന് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് തെറ്റാണ്. കാര്യം നമ്മുടെ രാജ്യത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഇതിപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വേറെ ഏതെങ്കിലും രാജ്യത്തായിരുന്നുവെങ്കിൽ എന്തെല്ലാം ശിക്ഷയായിരിക്കും അവർക്ക് കിട്ടുന്നത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.